കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ഒരു 2 കിലോത്തിൻ്റെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്നത്. ഒരു 6 സവോള, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പറ്റ്, 2 പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി തന്നെ മെയിനായിട്ട് കഴിഞ്ഞു കിട്ടുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ വിനാഗിരി വെച്ച് നന്നായിട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി അതിലും വേഗത്തിൽ എളുപ്പത്തിൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് വേണം വെക്കാൻ. അപ്പം നമ്മുടെ ചിക്കൻ കഴിയലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മസാലപ്പൊടി എന്നിവ ചേർത്തൊന്നും മാരിനേഷൻ ചെയ്ത് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക. നമ്മളൊരു പാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഇന്ത്യാലയത്തിൻ്റെ ഒരു ഉരുളിയാണ്. അതിലേക്ക് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ആ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയായിരിക്കണം എപ്പോഴും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയ്ക്ക് ഇടുമ്പോൾ. അപ്പം മെയിനായിട്ട് നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാം കൂടി ഒറ്റയടിക്ക് ഒരുമിച്ചിട്ടാൽ മതി കേട്ടോ. സെപ്പറേറ്റ് ഒന്നായിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഇതാണ് വേഗത്തിൽ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിട്ടിട്ട് വേഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സവോള ഇതൊക്കെ മുരിഞ്ഞ് വരും. ആ മുരിഞ്ഞ് കിടന്ന സവോളയ്ക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ പച്ച മസാലകൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പരമാവധി നന്നായിട്ട് മുരിഞ്ഞ ശേഷം ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. ചിലരിത് വറുത്തിട്ടും ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന സാധനം വറുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ വെച്ചാൽ നമുക്ക് സാധാരണ ദിവസം നമുക്ക് വറുത്ത് കഴിക്കുന്നതിലും നല്ലത് ഇതുപോലെ ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി വേഗത്തിൽ എളുപ്പവും കഴിയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇത് മിക്സാക്കാണ്. അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം നമ്മളിങ്ങനെ സിമ്മിലിട്ട് വേവിച്ചിട്ട് ഇതേപോലെ കുറുതായി നമുക്ക് ഈ ഒരു പാകത്തിന് വരാണെങ്കിൽ നല്ല ഒരു പൊറോട്ടയ്ക്കോ അതേപോലെ ഫ്രൈഡ് റൈസിനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ കറി ഉണ്ടാവുക. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നേരം പുറത്തേക്ക് വലിയിച്ച് എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ട് തോരൻ ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. താങ്ക് യു.